സ്വാമിയേ ശരണമയ്യപ്പ. കല്ലും മുള്ളും കാലയ്ക്കുമെത്തൈ, ഇപ്പോൾ ചെന്നാൽ സ്വാമിയെ കാണാം. എന്തൊക്കെ മുദ്രാവാക്യം, എന്തൊക്കെ ഭക്തിനിർഭരമായ വാചകങ്ങളും ആഹ്വാനങ്ങളും മുദ്രാവാക്യങ്ങളുമൊക്കെയാണ്. പക്ഷേ അയ്യപ്പനെ സംബന്ധിച്ച് എന്നും വിവാദമാണ്. അയ്യപ്പൻ കാമക്രോധ ലോഭമങ്ങൾക്കൊക്കെ അതീതനായി അവിടെ ചെന്നിരിക്കുന്നെങ്കിലും നമ്മൾ മലയാളികൾ ഒരു കാരണവശാലും അയ്യപ്പനെ വിടില്ല. 2 സംഗമമാണ് 2 ദിവസമായിട്ട് നടന്നത്. 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തി. എന്തിനാണ് സർക്കാർ നടത്തിയതെന്ന് സർക്കാരിനും അറിയത്തില്ല, നടത്തിയവർക്കും അറിയത്തില്ല, പ്രശാന്തിനും അറിയത്തില്ല, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. എന്തിനാണ് ഇങ്ങനെ സംഭവം നടത്തിയതെന്നറിയില്ല. കുറേ രൂപ 4-5 കോടി രൂപ ചിലവാക്കി കുറേ ആളുകൾ വന്നു. എങ്ങനെ തിരക്ക് നിയന്ത്രിക്കാമെന്നുള്ള സെമിനാറിൽ ഒരു തിരക്കുമില്ലായിരുന്നു. നല്ല തമാശയായിരുന്നു. ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്നൊരു സെമിനാർ ഉണ്ടായിരുന്നു. ജേക്കബ് പുന്നീസ് IPS അവർകളാണ് അധ്യക്ഷത വഹിച്ചത്. ആ സെമിനാറിൽ ആരുമില്ലായിരുന്നു. പിന്നെ അപ്പുറത്ത് വിശ്വാസികളെയുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സെമിനാർ ഉണ്ടായിരുന്നു, അതിനും ആൾ കുറവായിരുന്നു. പിന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് സെമിനാർ ഉണ്ടായിരുന്നു, അതിനും ആൾ കുറവായിരുന്നു. സെമിനാറുകൾക്ക് ശുഷ്കമായ സദസ്സായിരുന്നു. അതിനേക്കാൾ ശുഷ്കമായ സദസ്സായിരുന്നു പൊതുസഭയും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം വിളിച്ചു കൂട്ടി, എന്ത് ചെയ്യാനാണെന്നറിയില്ല. അതിലിടെ NSS, നായർ സർവീസ് സൊസൈറ്റി, SNDP ഒരുപാട് പേരെ വിളിച്ചു. പക്ഷേ നായർ സർവീസ് സൊസൈറ്റി, NSS, സുകുമാരൻ നായർ അവരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു, നമ്മൾ പോവേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഒരു പരിപാടി നടത്തുമ്പോൾ ഉടനെ തന്നെ ഒരു BJP അതായത് BJP അനുകൂലമായ, സംഘപരിവാർ അനുകൂലമായ ഒരു സമ്മേളനം ഉടനെ നടത്തേണ്ട കാര്യമില്ല എന്നുള്ള നിലയിൽ NSS വിട്ടുനിന്നു. അതുപോലെ തന്നെ സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ സുപ്രീം കോടതിയിൽ. ഇപ്പോൾ കൊടുത്തതിനെ തിരുത്തി കൊടുക്കും. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നത് ശരിയല്ല, 10-50 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള ഒരു സത്യവാങ്മൂലം, നേരത്തെ കയറ്റാം എന്നുള്ള സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റി കൊടുക്കും. ആദ്യം നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പറ്റൂല, കയറ്റാമെന്ന് കൊടുത്തു. ഉമ്മൻചാണ്ടി മാറ്റിക്കൊടുത്തു, സത്യവാങ് മാറ്റിക്കൊടുത്തു. വീണ്ടും പിണറായി ഗവൺമെൻറ് എന്നോ വീണ്ടും മാറ്റിക്കൊടുത്തു. ഇനിയിപ്പോൾ എത്രാമത്തെ തവണ? അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു സ്ഥിരതയില്ലേ കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിന്? നിങ്ങളിങ്ങനെ ഭരണം മാറുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഒരേ ഭരണം തന്നെയാണ്. അപ്പോൾ സത്യവാങ് പുതിയത് കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പന്തളം കൊട്ടാരം പറഞ്ഞത്. പന്തളം കൊട്ടാരമല്ല, നമ്മുടെ പന്തളം നായർ സർവീസിൽ പറഞ്ഞു. പക്ഷേ പന്തളം കൊട്ടാരക്കാർ ഇതിൽ പങ്കെടുത്തു. കൊട്ടാരക്കാർ അയ്യപ്പ സംഗമം, സർക്കാർ നടത്തിയ സംഗമത്തിൽ പങ്കെടുത്തില്ല. പന്തളത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാമജപ ഘോഷയാത്ര ഏറ്റവും വലിയ തോതിൽ നടന്ന. സ്ത്രീകളൊക്കെ വലിയ പങ്കാളിത്തമുണ്ട്. അതിൽ നായർ സ്ത്രീകളായിരുന്നു വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അത് മാറി, ഇപ്പോൾ കാര്യങ്ങൾ തലതിരിഞ്ഞു. SNDP വെള്ളാപ്പള്ളി അവർകൾ പങ്കെടുത്തു. ഇവിടെ അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ പങ്കെടുത്തു. ഇപ്പുറത്ത് പങ്കെടുത്തില്ല. NSS ആണെങ്കിൽ അവിടെ പ്രതിനിധികളെ അയച്ചു, ഇവിടെ ആരെ അയച്ചില്ല. ആ നിലയിൽ വിവാദങ്ങൾ കെട്ടൊഴിയാതെ ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അയ്യപ്പസ്വാമി തിന്തകത്വവും